വണ്ടികളിലും നടന്നുമൊക്കെ ആളുകൾ വരുന്നു. മഴയുണ്ട്, റെയിൻകോട്ടെല്ലാം ധരിച്ചും ആളുകൾ എത്തി തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനം കാണുന്നു, അന്തിമോപചാരം അർപ്പിക്കുന്നു എന്നുള്ളതാണ്. കുട ചൂടി ആളുകൾ വരുന്നുണ്ട്, സ്ത്രീകളുണ്ട്, ചെറിയ കുട്ടികളെ എടുത്തുകൊണ്ടുള്ള ആളുകളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, പ്രായമായ ആളുകളുണ്ട്. എല്ലാവരും എത്തുന്നു ആ വീതിയിലേക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ കൊല്ലം ജില്ല പിന്നിടുകയാണ്, കൊല്ലം ചവറ ഭാഗത്തേക്ക് എത്തുകയാണ്, ചിന്നക്കടയിലേക്ക് എത്തുകയാണ്. കൊല്ലത്ത് ഈ പറഞ്ഞതുപോലെ കൊല്ലം ചെങ്കടലായിരുന്നു അക്ഷരാർത്ഥത്തിൽ എന്ന് പറയാം. അത്രയധികം ആളുകൾ. VS ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല, ഇപ്പോഴും ഒറ്റയ്ക്കല്ല. അത് VS ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നതിലേക്ക് ഉപരി VSന് ചുറ്റും ആൾക്കൂട്ടം എത്തുകയായിരുന്നു. VSൻ്റെ ഒരു പ്രസംഗം ഒരു കവലയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു സ്ഥലത്ത് ഒരു ജില്ലയിൽ VS എത്തുന്നുണ്ട്, അവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ വലിയ ജനസാഗരം അവിടെ രൂപപ്പെടും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാരം വലിയ ചുടുകാട്, അവിടെയാണ് 4 മണിക്ക് സംസ്കാരം നടക്കുന്നത്. ഈ വലിയ ചുടുകാട് എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. ഒരു ശ്മശാനം എന്നതിലുപരിയായിട്ട് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ രക്തസാക്ഷികളുടെ സ്മരണകൾ ഉറങ്ങുന്ന ഭൂമി കൂടിയാണ് വലിയ ചുടുകാട്. അവിടേക്കാണ് VS അച്യുതാനന്ദൻ്റെ സംസ്കാരം അവിടെയാണ് നടക്കുക. ഈ പുന്നപ്ര വയലാർ സമരത്തിൽ ജീവൻ വെലിഞ്ഞ നിരവധി രക്തസാക്ഷികളെ കൂട്ടമായി അടക്കം ചെയ്ത സ്ഥലം കൂടിയാണ് വലിയ ചുടുകാട് എന്ന് പറയുന്നത്. P കൃഷ്ണപിള്ള അദ്ദേഹമാണ് അച്യുതാനന്ദനിലെ ആ ഒരു പോരാളിയെ, ഒരു ധീരനായൊരു നേതാവിനെ, ജനകീയ നേതാവിനെ കണ്ടെത്തുന്നത് തന്നെ P കൃഷ്ണപിള്ളയാണ്. P കൃഷ്ണപിള്ളി അടക്കം M.N. ഗോവിന്ദനുണ്ട്, S. കുമാരൻ, TV തോമസ്, അങ്ങനെ നിരവധി കേരളത്തിലെ പ്രമുഖരായ ഗൗരിയമ്മ അടക്കം പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ വലിയ ചുടുകാട്ടിലാണ്. അവിടെയാണ് VS അന്തിയുറങ്ങാൻ പോകുന്നത്. ഇപ്പോൾ കൊല്ലം ജില്ലയിലാണ്, ചവറയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കൊല്ലത്ത് വലിയ മഴയുണ്ട്, ശക്തമായ മഴയുണ്ട്. ഈ രാത്രി സമയത്തും പുലർച്ചെ സമയത്തും നേരം പുലരുന്ന ഈ വേളയിലും വിപ്ലവ നായകൻ അവസാനമായ ഒരു നോക്ക് കാണാൻ നൂറുകണക്കിന് ജനങ്ങളാണ് അന്ത്യാഭിവാദനം അർപ്പിച്ചുകൊണ്ട് അവിടെ ഉള്ളത്. അവർക്ക് മഴയൊന്നും ഒരു പ്രശ്നമല്ല, VSനെ കാണുക എന്നത് മാത്രമാണ് അവർക്ക് മുമ്പിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ബസ്സിന് ചുറ്റും ആൾക്കൂട്ടം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അപ്പോഴും കൈകൾ ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നതിൽ ഒട്ടും അണമുറിയാതെ മുദ്രാവാക്യം വിളികളുമായിട്ടാണ് അന്ത്യാഭിവാദനം അർപ്പിക്കുന്നത് പ്രിയപ്പെട്ട സഖാവിന് വേണ്ടി. അങ്ങനെ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ചവറയിലാണ് വിലാപയാത്രയുള്ളത്. ആലപ്പുഴ ജില്ലയിലേക്ക് ഇനി കടക്കുമ്പോൾ അവിടെ നൂറുകണക്കിന് ആളുകൾ സ്വാഭാവികമായി ഉണ്ടാകും. വിവിധ ഇടങ്ങളിൽ അതിനോടൊപ്പം തന്നെ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടാകും. ഈ സമയത്ത് കൊല്ലത്തെ എത്തിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ സംഘാടകർ തീർച്ചയായും കണക്ക് കൂട്ടിയിരിക്കും ആലപ്പുഴ ഏകദേശം സമയം എപ്പോഴായിരിക്കും എത്തുകയെന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും ആളുകൾക്ക് കാണാനുള്ള സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ടാകും. ഏതായാലും മണിക്കൂറുകൾ ഒരു 15 മണിക്കൂറിലധികം ആയി കാണുമല്ലേ? 15 മണിക്കൂർ ഒരു ശരാശരി കണക്കാണ്. മണിക്കൂറിൽ അത്രയുമായിട്ടും കൊല്ലം ജില്ലയിലാണ് ഇപ്പോൾ ഉള്ളത്. കൊല്ലത്തിൻ്റെ വിപ്ലവ മണ്ണിൽ കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികളെ, അവിടുത്തെ കൂലി തൊഴിലാളികളെ എല്ലാം സംഘടിച്ച് ചിന്നക്കടയിലാണ് വിലാപയാത്ര എത്തിയിരിക്കുന്നത്. ചിന്നക്കട ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ കാഴ്ചയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്, കനത്ത മഴയാണ്. പക്ഷേ നിരവധി ആളുകൾ, ഒരുപാട് പേർ ഇപ്പോൾ അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 3:15 സമയത്തും ഇത്രയധികം ആളുകൾ അവിടെ ആവേശത്തോടെ മുഷ്ടി ചുരുട്ടി അന്ത്യാഭിവാദ്യം അർപ്പിച്ച് തങ്ങളുടെ പ്രിയ നേതാവിന് വിട നൽകുന്നു എന്നുള്ളതാണ്. അവിടെ പോലീസ് അടക്കമുള്ള ആളുകളെ നിയന്ത്രിക്കാനായി വളരെയധികം ശ്രമകരമായ പാടുപെടുന്ന ആ ഒരു അവസ്ഥ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. വാഹനം അതിനിടയിലൂടെയാണ് കടന്നു പോകുന്നത്. ശ്രീരാജ് ബാബു അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീരാജ്, ഇപ്പോൾ ചിന്നക്കടയിലേക്ക് എത്തുമ്പോൾ നേരത്തെ തന്നെ അവിടെ അധികം ആളുകൾ കൂടി നിന്നിരുന്നു. ഇപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് അന്തിമ അഭിവാദ്യം അർപ്പിക്കുന്നത്? സ്വാതി, തീർച്ചയായും ഈ 3 മണി പിന്നിടുന്ന സമയത്തും നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ പ്രതികൂല കാലാവസ്ഥ, കനത്ത മഴയുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കുട ചൂടിയാണ് ഒട്ടുമിക്ക ആളുകളും നിൽക്കുന്നത്. ചിലർ ഒരു കുടയിൽ തന്നെ 4-5 ആളുകൾ നിൽക്കുന്നു. ഇരിക്കുന്ന കസേര തിരികെ പിടിച്ച് തലയിൽ ചുമന്ന് നിൽക്കുന്നു. അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടോ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് അവരൊന്നാകെ VSൻ്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടേക്ക് എത്താനായിട്ട് കാത്തു നിൽക്കുകയാണ്. നിരവധി ആളുകൾ, സ്വാതി സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഈ 3 മണി സമയത്തും സമാനമായ രീതിയിൽ നിരവധി ആളുകൾ കൊല്ലം ചിന്നക്കട ബസ് ബേയിൽ എത്തിയിട്ടുണ്ട്. ഇതുവരെയും ഈ
കൊല്ലം വെസ്റ്റ് ബേയിലേക്ക് ഈ വിലാപയാത്രയ്ക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അത്രത്തോളം ആളുകൾ വഴിയിലെല്ലാം തന്നെ ഉണ്ട്. നേരത്തെ നമ്മൾ ഇവിടേക്ക് എത്തുന്ന ഘട്ടത്തിൽ കണ്ടിരുന്നതാണ് പള്ളിമുക്കിനും പോളയത്തോടും അടക്കം അവിടെയൊന്നും ഇത്തരത്തിൽ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല പൊതുദർശനം ഉണ്ടാകുമെന്ന്. പക്ഷേ അവിടെയെല്ലാം തന്നെ ആളുകൾ തനിയെ അവർ തന്നെ എത്തി അവിടെ ഒത്തുകൂടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിൽ നിരവധി ആളുകൾ വഴിയിലെല്ലാം തന്നെ നിരവധി ആളുകൾ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മൃതദേഹം ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കാണാനായി അല്ലെങ്കിൽ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റെഡ് വോളണ്ടിയർമാരടക്കം നിരവധി ആളുകൾ റെഡ് വോളണ്ടിയർമാർ ഇവിടെ നിലവിൽ ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിരവധി ആളുകൾ ഇപ്പോഴും ഈ കനത്ത മഴയിലും ഇവിടെ എത്തുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ കാണാൻ പറ്റും, യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ആ നിലയിൽ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.